ഞങ്ങൾ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. ജൂഡ് ആന്റണിയുടെ പടം വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫൈറ്റും ഒക്കെ ഒരു രക്ഷയില്ല. എല്ലാം കൂടെ ഒരു ഓണം തൂക്കുന്ന പോലെ. ഒരു ആണ് ചെയ്യേണ്ട സ്റ്റണ്ടൊക്കെ വിസ്മയ ചെയ്തിട്ടുണ്ട്. നല്ല ഫ്യൂച്ചർ ഉണ്ടാവും. മലയാളത്തിൽ ഒരുപാട് പടങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതേപോലെ മോഹൻലാലിന്റെ മോളുടെ പടം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നല്ല ഫ്യൂച്ചർ ഉണ്ട്. ആ കുട്ടിക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്. ഫൈറ്റില്ല, ത്രില്ലിംഗ് ആയിരുന്നു പടം. ഒരു സീൻ പോലും ബോറടിച്ചില്ല. ഫസ്റ്റിൽ നിന്ന് ലാസ്റ്റ് വരെ നല്ല പടം. ഞങ്ങൾ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. ജൂഡ് ആന്റണിയുടെ പടം വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ജൂഡ് ആന്റണിയുടെ പടം എപ്പോഴും നന്നായിരിക്കും. ഇത് അതിനെക്കാട്ടും നല്ലതാണ്. വിസ്മയ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല പെർഫോമൻസ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഇത് ചെയ്യണമെന്ന് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അടിപൊളി പെർഫോമൻസ്. പിന്നെ ഫൈറ്റും ഒക്കെ ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ആശിഷ് അല്ലേ, ആശിഷാണ്. ആശിഷും അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വില്ലനായിട്ടുള്ള ഒരു റോളിൽ വന്നിട്ട് തകർത്തിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ല ഭാവിയാണ്. ഒരു രക്ഷയില്ല. റിയലി എൻജോയ്ഡ് വാച്ചിങ്. പടം നല്ലതാണ്. മകളുടെ ആദ്യത്തെ ഒരു പടമാണ്. നന്നായിട്ടുണ്ട്. ആദ്യത്തെ പടത്തിൽ നല്ല അഭിനയമുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. ഫാമിലി എന്റർടൈൻമെന്റ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം എക്സ്പീരിയൻസ് ആണ്. ആളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സീറ്റ് ഫുൾ ആയിരുന്നു? അല്ലേ ആണല്ലേ? എങ്ങനെയുണ്ട് രണ്ടുപേരെ? അടിപൊളിയായിരുന്നു. വിസ്മയ മോഹൻലാൽ കലക്കി. മാർഷൽ ആർട്സ് പുള്ളിക്കാരി പഠിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ സ്കില്ല് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആശിഷ് ജോ ആന്റണി, അതിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഭയങ്കര ഒരു ഭീകര വില്ലൻ പോലെ. എന്നിട്ട് ജേക്സ് ബിജോയുടെ മ്യൂസിക് അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കോയിൻസിഡൻസ് തോന്നിയത് ദാറ്റ് തിരുനോട്ടവും ആദ്യം തുടക്കവും, ഇതിനെല്ലാത്തിനും മീനിങ് തുടക്കമാണ്. മോഹൻലാലിൻ്റെ മൂവി ആണെങ്കിലും ആദി പ്രണവിൻ്റെ ആണെങ്കിലും വിസ്മയുടെ ആണെങ്കിലും. അപ്പോൾ ആ പട്ടിയുടെ പെർഫോമൻസും നല്ലായിരുന്നു. എല്ലാം കൂടെ ഒരു ഓണം തൂക്കുന്ന പോലെ. അത് വിസ്മയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഫൈറ്റ് സീക്വൻസ് ഒക്കെ, അത് നമ്മളെ വളരെയധികം ഫിലിമിനെ അങ്ങ് എലവേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എത്ര വേണമായിരുന്നു പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.